കൺഫ്യൂഷൻ ആണോ എങ്ങനെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യണം എന്നുള്ളത്? നിങ്ങൾ 30-ലോ 40-ലോ 50-ലോ ആയിക്കോട്ടെ നിങ്ങളുടെ ഏജ്. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കീ എന്ന് പറയുന്നത്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആയിട്ട് ഉപകാരപ്പെടും. നമുക്ക് അതിലെ ഈ ഒരു 6 സ്റ്റെപ്പ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ട ഒരു ഗൈഡ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ 6 സ്റ്റെപ്പിലേക്ക് കടക്കാം. ഓക്കെ, റെഡി? സ്റ്റെപ്പ് 1, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്ത് എന്ന് ഡിഫൈൻ ചെയ്യുക. നിങ്ങളുടെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ ഡ്രീം ലൈഫ് എന്താണെന്നുള്ളത്. നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ലൈഫാണ് ഡ്രീം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യും. അതായത് നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനായിട്ടൊക്കെ ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇൻകം, റിട്ടയർമെന്റ് ലൈഫിൽ നിങ്ങൾക്ക് എത്ര ഇൻകം ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പരിധി, അല്ലെങ്കിൽ അതിന് എത്ര വേണം എന്നുള്ള ഒരു നിശ്ചിത കണക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഏജിലാണ് റിട്ടയർഡ് ആവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വളരെ നല്ലൊരു രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ക്ലാരിറ്റി നമുക്ക് നല്ലൊരു പവർ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസ് നമുക്ക് നല്ലൊരു ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കി തരും. അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡ്രീംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടെങ്കിലാണ് ആ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താനുള്ള പ്ലാൻ റെഡിയാക്കാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന IDV ആണ്. നമ്മൾ വാഹനങ്ങൾക്കൊക്കെയാണ് സാധാരണ IDV എന്ന് കേട്ടിട്ടുള്ളത്, അല്ലെ? ഇൻഷുർഡ് ഡിക്ലൈൻഡ് വാല്യൂ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്കുമുണ്ട്. നമ്മൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ വാഹനങ്ങൾക്കൊക്കെ അതിൻ്റെതായ നല്ല വില നോക്കിയിട്ട് നമ്മൾ IDV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുള്ള ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് വിലയുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാറുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും അവരവരുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യണം അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൊട്ടക്ഷൻ മതി എന്ന് വിചാരിക്കുന്നു. കാരണം അവർക്ക് അവരുടെ വാല്യൂ അറിയില്ല. നമ്മൾ പറയില്ലേ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് നമ്മുടെ വാല്യൂ അറിയാത്തത് കൊണ്ട്, നമ്മൾ എത്ര വേണം എന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട്, നമ്മൾ ഏറ്റവും ചെറിയ ഒരു ആരെങ്കിലും ചോദിച്ചാൽ കവറേജ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ചെറിയൊരു ഇതിലേക്ക് എത്തും. പക്ഷെ അത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഫാമിലി, നമ്മളുടെ വേണ്ടപ്പെട്ടവരാണ്. കാരണം അവർക്ക് വേണ്ട ഒരു സംരക്ഷണം അവിടെ കിട്ടില്ല. ഈ ചെറിയൊരു എമൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കവറേജ് എടുക്കുമ്പോൾ അവർക്ക് നമ്മളില്ലാതെ ആവുമ്പോൾ നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ IDV മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻഷുറൻസ് ഡിക്ലൈൻ വാല്യൂ എത്ര, നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഇൻകത്തിനെ ബേസ് ചെയ്ത്, നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എക്സ്പെൻസിനെ ബേസ് ചെയ്തൊക്കെയാണ് നമ്മൾ അതിന് കാൽക്കുലേഷൻ നടത്തുന്നത്. ആ ഒരു വാല്യൂ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷണം എടുക്കുക. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ കുടുംബത്തിന് വേണ്ടി. ഭാവിയിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നാൽ തന്നെ നമ്മുടെ കുടുംബത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3, നമ്മൾ എപ്പോഴും ഒരു 3 കോർ പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമ്മൾ വേറെ എന്ത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ 3 കോർ പ്രൊട്ടക്ഷൻ ഒരാളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നർത്ഥം. അതായത് നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന വ്യക്തി എങ്കിൽ നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിന് ആ ഇൻകം വീണ്ടും വന്നിരിക്കണം. കാരണം നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ചെലവുകളൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ, ലൈഫ് പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തിരിക്കും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്കറിയാം, നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് നാളെ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ പിന്നെ ഇത്രയും നാളും പണിയെടുക്കുന്നത് വെറുതെയാവും. നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ കുടുംബത്തിന്റെ, നമ്മളുടെയൊക്കെ ജീവിതം ഉണ്ടാകും. നമ്മുടെ പല ലക്ഷ്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം അതാളത്തിലാവും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ സേവിങ്സിനെയും നമ്മുടെ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി.
മൂന്നാമത്തെ കാര്യം ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം. ഇപ്പൊ നാളെ നമ്മളുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ ഇൻകം ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. ഒരു ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരേ ഇൻകം ആയിരിക്കും. അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതുപോലെ ചിലർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും. ഒരു മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗണിലൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും വന്നേക്കും. ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റി വന്നേക്കാം, ഒരു ആക്സിഡന്റ് ഉണ്ടായേക്കാം, ഒരു അസുഖം വന്നേക്കാം, കുറെ കാലം നമുക്ക് ചിലപ്പോൾ പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇൻകമാണ് അത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് കുറവ് വരുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു അവസ്ഥയെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളൊരു എമർജൻസി ഫണ്ട് എപ്പോഴും തയ്യാറാക്കി വച്ചിരിക്കണം. ഒരു 6 മാസത്തെങ്കിലുള്ള ജീവിത ചെലവിനുള്ള എമൗണ്ട് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കരുതണം എന്നാണ് ഞങ്ങൾ എല്ലാവരോടും ഉപദേശിക്കാറുള്ളത്. കാരണം എന്നാൽ മാത്രമാണ് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരു കുഴപ്പം വന്നില്ലെങ്കിൽ ആ ഫണ്ട് അവിടെ ഉണ്ട്. നമുക്ക് നാളെ എന്തെങ്കിലും ആവശ്യം വന്നാലും നമുക്ക് ആ ഒരു ഫണ്ട് ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ഒരു 6 മാസത്തേക്ക് ജീവിത ചെലവിനുള്ള എമൗണ്ട് നമ്മളുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങളാണ് സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. സ്റ്റെപ്പ് 4 നമ്മൾ റിട്ടയർമെന്റ് വെൽത്ത് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഗോൾ നമ്മൾ നോക്കണം. അപ്പൊ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ട ആ ഒരു വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗോളിനെ നമ്മൾ രണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതായത് ഒന്നെന്ന് പറയുന്നത് വെൽത്ത് സേഫ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ബേസിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ വെൽത്ത് ഗ്രോത്ത് ആണ്. നമ്മുടെ എമൗണ്ട് വെറുതെ ബാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ഒന്നും അത് വരുന്നുണ്ട്, ഒരു ഡെഡ് മണി പോലെ കിടക്കുന്നു. ആ ഒരു സമയത്ത് നമ്മൾ അതിനെ ഒന്ന് ഗ്രോത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിലേക്കുള്ള ഗോളിന് കൂടി അത് ഉതകുന്ന രീതിയിൽ അത് വളർന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുക, അതായത് വെൽത്തും സേഫ്റ്റി നോക്കുക, അതുപോലെ തന്നെ ഒരു വെൽത്ത് ഗ്രോത്ത് നോക്കുക. നമ്മുടെ പണം വളരുന്നുണ്ടെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനും കൂടെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ SIP, മ്യൂച്വൽ ഫണ്ട് അതിലേക്ക് കിട്ടാതെ തീർച്ചയായിട്ടും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും, എന്നാലും കുറച്ചൊക്കെ അത് വളരും. അപ്പൊ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് കൂടെ എടുക്കും. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ 2 രീതിയിൽ നമ്മളുടെ വെൽത്ത് ഗോള് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതാണ് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. 5ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ 60-20-20 റൂൾസ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് 60 എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ്. നമുക്ക് എത്ര ഇൻകം കിട്ടുന്നു അതിന്റെ 60% നമ്മുടെ ലിവിങ്ങിനുള്ള എക്സ്പെൻസിന്, അതായത് ജീവിത ചെലവിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. 20% നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, വെൽത്ത് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് 20% ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഇൻകം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഹെൽത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പം നമുക്ക് ഇൻകം കിട്ടിയാലും അതിന്റെ 60% നമ്മുടെ ജീവിത ചെലവിന് വേണ്ടി ഉപയോഗിക്കാം, 20% നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, 20% നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരു റൂള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിടത്തും ഒരു സ്ട്രക്ക് ഇല്ലാതെ, നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് നമ്മൾ ഒരു മന്ത്ലി ട്രാക്കർ യൂസ് ചെയ്യണം. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ടാകും, പക്ഷെ അതിനെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വളരുന്നുണ്ടോ, അത് നല്ല രീതിയിലേക്കാണോ പോകുന്നത്, നമ്മൾ ശരിയായ ഒരു ട്രാക്കിലാണോ പോകുന്നത്, നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഗോൾസിലേക്ക് നമുക്ക് എത്താനായിട്ട് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മന്ത്ലി എക്സ്പെൻസിനെ നമ്മൾ ട്രാക്ക് ചെയ്യുക. അനാവശ്യമായ എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒഴിവാക്കുക. അതുപോലെ കൃത്യമായ രീതിയിലുള്ള സേവിങ്സ് നടത്തുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഒരു ട്രാക്കിംഗ് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം, അതുപോലെ നമുക്ക് കിട്ടാൻ പോകുന്ന പോളിസി മെച്യൂരിറ്റി എന്നാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇപ്പൊ ഈ പ്രൊട്ടക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ മെച്യൂരിറ്റി എന്നാണ്, അത് എന്ന് റിന്യൂ ചെയ്യണം,
അത് ഇനി റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഒരു ആസ്തിയിലേക്ക് റിന്യൂ ചെയ്യേണ്ടതുണ്ടോ, നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരിയായ ഗോളിലേക്കും നമ്മൾക്ക് കൃത്യമായ ഒരു നല്ലൊരു റിട്ടയർമെന്റ് ലൈഫിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ സെൽഫ് ഇൻഷുറൻസ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ സ്റ്റെപ്പിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ട ഒരു കൃത്യമായ ഒരു ഗൈഡൻസും ആ ഒരു പാത്തും കാണിച്ചു തരാനും എനിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സ്ട്രഗിൾ എല്ലാം മാറി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. ഒരു ഗൈഡൻസോട് കൂടി നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും വീഡിയോസിനും ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഗൈഡൻസോ സജഷൻസോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ.